ഇന്ന് യാത്ര തുടങ്ങുകയായി. എറണാകുളത്തെ ഫോർട്ട് കൊച്ചി എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് എൻ്റെ യാത്ര. മലയാളികൾക്ക് ഈ സ്ഥലം അറിയാത്തതായി ആരും തന്നെ ഉണ്ടാവില്ല. എന്നാൽ കുറച്ച് പേരൊക്കെ അവിടേക്ക് പോകാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്യുന്നത്. എറണാകുളത്തെ പ്രസിദ്ധമായ കണ്ടെയ്നർ റോഡിലൂടെയാണ് യാത്ര. തിരക്കുകളൊക്കെ നന്നേ കുറവാണ്. ഇരുവശങ്ങളിലായി മനോഹര കാഴ്ചകളാണ് പോകുന്ന വഴിക്കുള്ളത്. പോകുന്ന സമയം ഏകദേശം ഉച്ച സമയമായതിനാൽ തിരക്ക് കുറവുണ്ടായിരുന്നു. വൈകുന്നേരങ്ങളിലാണ് ഈ സ്ഥലങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത്. കായലിനോട് ചേർന്നുള്ള ഒരു മനോഹരമായ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇരുവശങ്ങളിലും നേരത്തെ പറഞ്ഞുള്ള മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഉള്ളത്. റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ വഴിയിൽ കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും വലിയ തിരക്കും കാര്യങ്ങളുമില്ല. ഫോർട്ട് കൊച്ചി ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. വേഗത്തിൽ തന്നെ ഒരു ടോൾ ബൂത്തിലേക്ക് തന്നെ എത്തി. അവിടുന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഫോർട്ട് കൊച്ചി ഭാഗത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കും. വിവിധ പുരാതന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന കോട്ടകളും പള്ളികളും ഇപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ നിലനിർത്തിയിട്ടുണ്ട്. വാസ്കോ ഡ ഗാമയെ അടക്കം ചെയ്ത സ്ഥലവും മറ്റും അവിടെയുണ്ട്. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകുവാനുള്ള പ്രധാനമായ മാർഗം എന്ന് പറയുന്നത് ഫെറി സർവീസ് ആണ്. കളമശ്ശേരി ഭാഗത്തു നിന്നും വരുന്നവർക്ക് ഫെറി സർവീസിൽ ഫോർട്ട് കൊച്ചിയിൽ എത്താവുന്നതാണ്. ഞാൻ ആ ഭാഗത്തു നിന്നാണ് അവിടേക്ക് പോയിരുന്നത്. പോകുന്ന വഴിയിൽ ഇരുവശവും മനോഹരമായ കാഴ്ചകളുണ്ട്. കണ്ടെയ്നറുകൾ കപ്പലിൽ നിന്ന് ഇറക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ധാരാളം മത്സ്യ ബോട്ടുകളും അവിടെ നങ്കൂരം ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. പോകുന്ന വഴിയിലെ മനോഹര കെട്ടിടങ്ങളെല്ലാം പിന്നിട്ട് യാത്ര തുടരുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ഫോർട്ട് കൊച്ചിയുടെ ഭാഗങ്ങളെല്ലാം കണ്ട് തുടങ്ങിയിരിക്കുന്നു. ഏകദേശം കളമശ്ശേരിയിൽ നിന്ന് അരമണിക്കൂറിൽ ടൈം മാത്രമാണ് ഇവിടേക്കുള്ളത്. ഫെറിയുടെ അടുത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. വാഹനങ്ങൾ വരിയായി നിൽക്കുകയാണ് അതിലേക്ക് കയറ്റാൻ. എന്നാൽ ഞങ്ങൾ വാഹനം അവിടെ പാർക്ക് ചെയ്ത് നടന്നാണ് പോയത്. കാരണം വണ്ടിയിൽ കുറേ സമയമെടുക്കും അതിൻ്റെ ഉള്ളിൽ കയറുവാൻ. ഒരാൾക്കാർക്ക് ടിക്കറ്റ് 3 രൂപ മാത്രമാണ് ഉള്ളത്. മറ്റൊരു വാഹനങ്ങളെയും കൊണ്ട് ജങ്കാർ അടുത്തേക്ക് വരുന്നുണ്ട്. ധാരാളം വിനോദസഞ്ചാരികളും അവിടുത്തെ ആളുകളും അതിൽ കയറുവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്ന് ഇറങ്ങുവാനും ധാരാളം ആളുകൾ അതിലുണ്ട്. ഫോർട്ട് കൊച്ചിയിൽ ഒരു ദിവസം കറങ്ങാനുള്ള അത്യാവശ്യം കാഴ്ചകളെല്ലാം അവിടെ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ വിനോദസഞ്ചാരികൾ ധാരാളമായി ഈ ഭാഗങ്ങളിലേക്ക് വരുന്നുണ്ട്. പ്രസിദ്ധമായ ഒട്ടനവധി മ്യൂസിയങ്ങളും മറ്റും അവിടെ സ്ഥിതി ചെയ്യുന്നു. ഞങ്ങൾക്ക് പോകേണ്ടത് വേറെ ഫെറിയിലാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റി നങ്കൂരം ഇടാൻ പോവുകയാണ്. മറ്റൊരു ഫെറി ഇപ്പോൾ തന്നെ വരുന്നതായിരിക്കുമെന്ന് അവിടുന്ന് അറിയിപ്പ് ലഭിച്ചു. മറ്റു മത്സ്യബന്ധ ബോട്ടുകളും മെട്രോ അതുപോലെ തന്നെ ചെറു ബോട്ടുകളും അതിലേ പോകുന്നത് കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന വിനോദസഞ്ചാര സർവീസുകളിൽ ഒന്നാണ് വാട്ടർ മെട്രോ. അതുപോലെ തന്നെയാണ് ഫെറിയും. അതുകൊണ്ട് ധാരാളം ആൾക്കാർ വരുന്നുമുണ്ട്. സമയത്തിനകം മറ്റൊരു ഫെറി വാഹനങ്ങളുമായി വന്നു. ഇതിലാണ് ഞങ്ങൾക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകേണ്ടത്. ഞാൻ ആദ്യമായാണ് ഇതിൽ കയറുന്നത്. ഒരുപാട് പേര് കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. ധാരാളം പേര് അതിൽ നിന്ന് ഇറങ്ങി വരുന്നുമുണ്ട്.
അവിടുത്തെ ലോക്കൽ ആളുകളും വിനോദസഞ്ചാരികളും ധാരാളമായി ഇതിനെ ആശ്രയിക്കുന്നു എന്ന് എനിക്ക് യാത്രയിൽ കാണാൻ സാധിച്ചു. അപ്പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ട് നിന്ന ടിക്കറ്റ് എടുത്ത് നിന്നവർ ആ വാഹനത്തിലേക്ക് കയറി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. കൊച്ചി കോർപ്പറേഷൻ്റെ അണ്ടറിലായി ആണ് ഈ ഫെറി സർവീസ് വരുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അത്യാവശ്യം വലിയ ഫെറി തന്നെയാണ്. ആളുകൾക്ക് യാത്ര ചെയ്യുവാനും വാഹനങ്ങൾ അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് പോകാനും ഇതിനെ തന്നെയാണ് ആളുകൾ കൂടുതൽ ആശ്രയിക്കുന്നത്. യാത്ര തുടങ്ങിയപ്പോൾ മറ്റൊരു കാഴ്ചയും ഞങ്ങൾ കണ്ടു. കൂറ്റൻ കപ്പൽ തീരത്തു നിന്നും പുറംകടലിലേക്ക് പോകുന്ന കാഴ്ചയാണത്. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടും വാട്ടർ മെട്രോയുമെല്ലാം ഈ കടലിൽ ഓളപ്പരുപ്പിൽ യാത്ര ചെയ്യുന്നുണ്ട്. ധാരാളം യാത്രക്കാരാണ് ഞാൻ ഈ പോകുന്ന ഫെറിയിലുള്ളത്. വാഹനങ്ങളും അത്രമേൽ തന്നെയുണ്ട്. യാത്ര ചെയ്യുമ്പോൾ തന്നെ ധാരാളം ബോട്ടുകൾ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് കണ്ടു. ഒപ്പം മത്സ്യബന്ധന ബോട്ടുകളും കപ്പലുകളും വാട്ടർ മെട്രോയുമെല്ലാം ഈ കാഴ്ചയിൽ തന്നെ വളരെ മനോഹരത തോന്നി. നമ്മുടെ നാട്ടിലെ വിനോദസഞ്ചാര മേഖലയും പുതുജീവൻ പകർന്ന കാഴ്ചയാണ് എനിക്കിവിടുന്ന് കിട്ടിയത്. ഒരുപാട് വിനോദസഞ്ചാരികൾ ഇവിടെ സന്ദർശിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. ഇത് നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ വാട്ടർ മെട്രോയാണ്. പലതരം മനോഹരമായ ഉല്ലാസ ബോട്ടുകളും മറ്റും ഈ യാത്രയിൽ എനിക്ക് കാണുവാൻ സാധിച്ചു. ഒപ്പം വലിയ വലിയ കപ്പലുകളും മറ്റും ഈ യാത്രയിൽ കാണാൻ സാധിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഫെറി അപ്പുറത്തെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തി. ഏകദേശം 10 മിനിറ്റിനുള്ളിൽ തന്നെ ഫെറി യാത്ര ഞങ്ങൾക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു. ഫോർട്ട് കൊച്ചിയുടെ എല്ലാ ഭാഗങ്ങളും ഇന്ന് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല എങ്കിലും ചില ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് കാണിക്കുന്നത്. ഫെറി തീരത്തോടടുത്തപ്പോൾ അതിൽ കയറുവാൻ ധാരാളം ആളുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് കാണാൻ സാധിച്ചു. ധാരാളം ആളുകളാണ് ഈ ഒരു സർവീസിനെ ആശ്രയിക്കുന്നത്. ഞാൻ വന്ന ഫെറിയിൽ നിന്നും വാഹനങ്ങൾ ഓരോന്നായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാധാരണ സഞ്ചാരികളും അതുപോലെ തന്നെ അവിടെയുള്ള ലോക്കൽസും ഈ ഒരു ഫെറിയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. ഞാൻ ഫോർട്ട് കൊച്ചിയുടെ ആ ഫെറിയുടെ അടുത്ത് എത്തി. ധാരാളം കച്ചവടക്കാർ വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ച് അവിടെയുണ്ട്. ഫോർട്ട് കൊച്ചി നമുക്ക് കാണുന്നതിന് വാഹനത്തിൽ പോയി കാണാം. അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ നമ്മളെ കൊണ്ട് കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇലക്ട്രിക്കൽ ബൈക്ക് അതുപോലെ തന്നെ സൈക്കിളുകളൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചുറ്റി കാണാം. ഞാൻ അല്പദൂരം അവിടുത്തെ സൈക്കിളൊക്കെ റെൻറ്റിനെ എടുത്ത് ആ ഭാഗങ്ങളിലൊക്കെ പോയി കണ്ടു. ഉച്ച കഴിഞ്ഞ് പോവുകയായിരിക്കും ഏറ്റവും ബെറ്റർ. ഉച്ചയ്ക്ക് നല്ല വെയിലുള്ള സമയത്താണ് ഞാൻ പോയത്. എന്നാലും മരങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. ഇവിടുത്തെ ആളുകളുടെ പ്രധാന വരുമാന മാർഗങ്ങളിലൊന്നാണ് ഈ വിനോദസഞ്ചാരികൾ വരുന്നതുള്ള ഒരു വരുമാനം. ഓട്ടോറിക്ഷ തൊഴിലാളികളും ജ്യൂസ് വിൽക്കുന്നവരും സൈക്കിൾ വാടകയ്ക്ക് കൊടുക്കുന്നവരുമായി കുറേ പേര് അവിടെയുണ്ട്. ഇതാണ് അവിടുത്തെ പ്രസിദ്ധമായ പാർക്ക്, നെഹ്റു പാർക്ക്. ഈ ഭാഗങ്ങളിൽ സൈക്കിളെല്ലാം റെൻറ്റിന് കിട്ടും. അവിടുത്തെ പ്രധാന സ്ട്രീറ്റുകളിൽ ഒന്നാണ് ധാരാളം
വസ്ത്ര വ്യാപാര ഷോപ്പുകളും ചെറു ചെറു ചായക്കടകളും എല്ലാം ഇവിടെയുണ്ട്. വിനോദസഞ്ചാരികളെ പ്രതീക്ഷിച്ചാണ് ഇവരുടെ മെയിനായിട്ടുള്ള കച്ചവടം നടക്കുന്നത്. ധാരാളം ഫോറിൻ വിനോദസഞ്ചാരികൾ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നടന്ന് കാണാം. എന്നാൽ അതിലും നല്ലത് സൈക്കിൾ എടുത്ത ആ ഭാഗങ്ങളിലെല്ലാം കുറച്ചും കൂടെ വിശദമായി കാണുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടെ നല്ലത്. സ്വന്തം വാഹനം ഉണ്ടെങ്കിലും കാണാം. എന്നാൽ തിരക്കും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ, ബ്ലോക്കോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞാൽ യാത്രയെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ സൈക്കിളിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ കുറച്ച് ദൂരം അവിടെ സൈക്കിളിലെല്ലാം ചുറ്റി കാണാൻ എനിക്ക് സാധിച്ചു. ധാരാളം ഫോട്ടോ പോയിന്റുകളും അവിടെയുണ്ട്. വിനോദസഞ്ചാരികളെല്ലാം അവിടെ നിന്നെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. ടൂറിസ്റ്റുകളായിട്ട് വരുന്നവരും കേരളത്തിൻ്റെ പുറത്തുള്ളവരും ധാരാളം പേരുണ്ട്. പ്രസിദ്ധമായ ഒരു ചർച്ചാണ് ഇത്. നൂറ്റാണ്ടുകൾക്ക് മുന്നേ സ്ഥാപിച്ച ഒരു പള്ളിയും പരിസരവുമാണ്. തിരിച്ചുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അവിടുന്ന് തിരിച്ച് യാത്ര ചെയ്തു. യാത്രയിൽ ഒരു വലിയ കപ്പൽ ചരക്കിറക്കുന്നതിന് തീരത്തേക്ക് വരുന്നത് ഞാൻ കണ്ടു. അതുപോലെ വാട്ടർ മെട്രോയും മറ്റും അതിൽ സർവീസ് നടത്തുന്നത് കാണാൻ സാധിച്ചു. തീരത്ത് ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളുണ്ട്. ഇതാണ് ആ വലിയ കപ്പൽ ചരക്കിറക്കുന്നതിന് തീരത്തേക്ക് വരികയാണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയിൽ ഇനി കാണാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയ്ക്കും നമസ്കാരം.